ഹായ്. അപ്പോഴേ എല്ലാവർക്കും കുഴക്കട്ട കഴിക്കാൻ ഇഷ്ടമാണോ? ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളെ വീട്ടിൽ ഇന്ന് രാവിലെ കാപ്പിക്ക് കുഴക്കട്ടയായിരുന്നു എടുത്തത്. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ ഇതുപോലെ കുഴക്കട്ടയോ ഇലയപ്പോ തെരളിയോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കും. അപ്പോൾ ആഴ്ചയിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. പിന്നെ വൈകിട്ട് നമ്മൾ ചായയുടെ എണ്ണ പലഹാരങ്ങൾ ഒഴിവാക്കി ഇങ്ങനെയുള്ള നാടൻ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പരമാവധി കുട്ടികൾക്കൊക്കെ ഈ കടയിലുള്ള പൊരിപ്പ് അതൊന്നും മേടിച്ചു കൊടുക്കാതിരിക്കുക. അത്ര ആഗ്രഹമാണെങ്കിൽ നമ്മൾ പഴംപൊരി ആണെങ്കിലും ഉഴുന്നോടെ ആണെങ്കിലും നമുക്കത് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം. അവരാണെങ്കിൽ മായം കലർന്ന എണ്ണയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നല്ല എണ്ണയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഈ കുഴക്കട്ട എങ്ങനെ ഉണ്ടാക്കിയതെന്നൊന്ന് പറയാം. ഒട്ടുമിക്ക പേർക്കും അറിയാം, എങ്കിലും ഞാൻ ഉണ്ടാക്കിയ രീതി ഒന്ന് പറയാം. ഞാൻ ഇതിനകത്തോട്ടും ആദ്യം നമ്മൾ വെള്ളം, നല്ല വെട്ടിത്തിളച്ച വെള്ളമാണ്, അരിമാവാണ്, നല്ല വറുത്ത അരിമാവാണ് എടുത്തത്. അപ്പോൾ ഇതിലോട്ട് ആ വെള്ളം ഒഴിച്ച് അതിലൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വേണം ഇത് കുഴയ്ക്കാൻ. നമ്മുടെ ചപ്പാത്തിയൊക്കെ എങ്ങനെയാണ് കുഴയ്ക്കുന്നത് ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം. ആവശ്യമെങ്കിൽ മാത്രം നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, ആവശ്യമെങ്കിൽ മാത്രം വേണമെങ്കിൽ ചേർത്താൽ മതി. ചേർക്കുമ്പോൾ ഒരു മണമാണ്, ആ വെന്ത് കിട്ടുമ്പോൾ ജീരകത്തിൻ്റെ മണം നല്ലതാണത്. കഴിക്കാൻ തന്നെ നമുക്കൊരു എന്തരാണ് നമ്മളെ ജീരകത്തിൻ്റെ മണം കേൾക്കുമ്പോഴേ. അപ്പം ഞാനിത് പിന്നെ ഇതിനകത്ത് എടുത്തത് ഒരു തേങ്ങയും ശർക്കര ഒരു 1/2 കിലോളം വരും. പിന്നെ തേങ്ങ കാണുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം ശർക്കര വേണമെന്ന്. അപ്പോൾ ആ അളവിനനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് ശർക്കര കുറച്ച് ചേർത്താൽ മതി. പിന്നെ നമ്മൾ നല്ല വലിയ ഉരുളയായിട്ട് ഉരുട്ടിയിട്ട് പിന്നെ നടുക്കൊണ്ട് കുഴിച്ച് ഒരു കുഴി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുഴിയിലോട്ടാണ് നമ്മൾ തേങ്ങയും ശർക്കരയും കൂടെ വച്ചിട്ട് ഈ കുഴി മൂടുന്നത്. പിന്നെ ഈ കുഴി മൂടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇടയ്ക്ക് ഗ്യാപ്പ് വരാൻ പാടില്ല. ഇടയ്ക്ക് ഗ്യാപ്പ് വന്നാൽ ഈ ശർക്കരയും തേങ്ങയൊക്കെ അതിലേക്ക് കൂടെ പൊട്ടി ഒലിച്ച് ഇത് മൊത്തം നാശമാവും. പിന്നെ നമുക്കിത് കഴിക്കാൻ ആ രുചിയെല്ലാം ഇറങ്ങിപ്പോത്തില്ലേ, ഒരുമാതിരി വിളവിളാന്നിരിക്കും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് കുഴിയെല്ലാം നല്ലപോലെ അടച്ച് നല്ല ഫിനിഷ് ചെയ്ത് വേണം പുഴുങ്ങാനായി വെക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ അടച്ചടച്ച് അമ്മയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് കൈ വയ്യ, എന്നാൽ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാനിന്ന് അമ്മയെ കൊണ്ട് കുഴപ്പിച്ചത്. വീഡിയോ എടുത്തുതരാൻ വേറെ ആരും ഇല്ല ഇവിടെ. അന്നേരം ഞങ്ങൾ രണ്ടും കൂടാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഇപ്പം കണ്ടോ, ഇതുപോലെ ഉരുട്ടി പിന്നെ നമ്മൾ ഇഡലിത്തട്ടിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് അറിയാമല്ലോ നമ്മൾ ഇടിയപ്പമൊക്കെ പുഴുകുന്ന കണക്ക് അത്ര അളവിൽ വെള്ളം വെച്ചിട്ട് ഓരോന്നായിട്ട് ഇതിലോട്ട് വെച്ച് അടച്ച് വെച്ച് പുഴുങ്ങിയെടുക്കണം. അരമണിക്കൂർ മതി, കാരണം വെന്ത മാവല്ലേ, അത് നല്ല വെന്ത് കിട്ടും. പിന്നെ ജീരകത്തിൻ്റെ കാര്യം പറഞ്ഞത്, ചെറിയ ജീരകം ഇതിനകത്തോട്ട് ഇട്ടാൽ ഇത് വെന്ത് കിട്ടുന്ന സമയത്ത് ജീരകത്തിൻ്റെ മണമാണ് ആദ്യം പരക്കുന്നത്. കണ്ടോ, തുറന്ന് ഇന്ന് രാവിലെ ഇവിടെ എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആർക്ക് ഓരോന്നും വിധം മതി, കാരണം വലിയ ഉരുളയാണ്ട് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും. കുട്ടികൾക്കാണെങ്കിലും ഇവിടെ ചെറിയവക്കാണ് ഇതെല്ലാം കൂടുതൽ ഇഷ്ടം. അവൾ ഈ ഇലയപ്പം, തെരളി, ഉണ്ണിയപ്പം, പിന്നെന്തുവാ ഈ പായസം ഉണ്ടല്ലോ, ഏത് വെറൈറ്റി പായസം എത്ര അവൾ കണ്ടാലും ഒക്കെ ഇഷ്ടം. അവൾ അത് കഴിക്കും. അതും ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് മേടിപ്പിച്ച് ഉണ്ടാക്കിപ്പിക്കും, ഞാൻ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അവൾക്ക് ഇവൾ അധികം കഴിക്കത്തില്ല. വലിയവൾ ഇഷ്ടമാണെങ്കിലും അവൾ പക്ഷെ ആവശ്യത്തിന് കഴിക്കും. അവൾക്ക് മധുരം അത്ര ഇഷ്ടമല്ല, അവൾക്ക് എരിയുള്ള സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. ആ മുടി കണ്ണി കൊട്ടിരിക്കുന്നവളെ കണ്ടോ, അവളാണ് ഇതിൻ്റെ എല്ലാം ആൾ. വെക്കാൻ പറഞ്ഞാൽ വെക്കത്തില്ല, മുടി ഇങ്ങനെ ഇടയ്ക്കൂടെ ഇങ്ങനെ കണ്ണി കൊട്ടിട്ട് ആ മുടിയുടെ ഇടയ്ക്കത്തെ ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിലൂടെയാണ് അവൾ ആളുകളെ വീക്ഷിക്കുന്നത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാൻ നമ്മളെ നാടൻ ഭക്ഷണമല്ലേ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി അഭിപ്രായം പറയണം ഉണ്ടാക്കിയിട്ട്.